പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഡെവിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പ്രെഡാണ്. നിങ്ങളെക്കുറിച്ചാണ് ആ സ്പ്രെഡ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തു വന്നവരാണ്. ഏറിയ പങ്കും ആളുകളും റിലേഷനിലായിരിക്കാം ഒരുപക്ഷെ ഈ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാലും കിടന്ന് ഉഴറുന്നുണ്ടാവണം ജീവിതത്തിൽ. അങ്ങനെ മാനസികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണെങ്കിൽ, ശാരീരികമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സമ്മർദ്ദം മൂലം കറക്റ്റായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത മൊത്തത്തിൽ ഒരു ഡിസോർഡറായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ റീഡിങ്ങിൽ പ്രധാനമായി പ്രതിപാദിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയാതെ പോയ നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ 100% സാധിക്കും എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. ഇതൊരു ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 75% ആളുകളുമായിട്ട് ഈ വീഡിയോ റിലേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വരുന്നത് ആ നിമിഷം മുതൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആവുന്നതായിരിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കാവുന്നതാണ്. പരമാവധി ആരും തന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാതിരിക്കുക. ഇതൊരു പെയ്ഡ് സർവീസ് ആണെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ കാമായിട്ടിരിക്കുക. നിങ്ങൾ ഒരു 3 മെഡിറ്റേഷനൊക്കെ എടുത്ത് മനസ്സിനെ ഒന്ന് ക്ലിയറാക്കി വയ്ക്കുക. യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് സ്പ്രെഡ് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. ഇത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ എല്ലാത്തിലും ഒരു മടുപ്പ് തോന്നി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ബന്ധങ്ങളിലുള്ള വിശ്വാസങ്ങളൊക്കെ തന്നെ നശിച്ചു പോയി. എത്രയൊക്കെ അധികം നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചാലും നമ്മുടെ സ്നേഹത്തെ ഒന്നും ആരും വില വയ്ക്കില്ല. ഈ ലോകം എന്താണ് ഇങ്ങനെ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ചിന്ത. എല്ലാ ബന്ധങ്ങളിൽ നിന്നും അടുത്ത് നിങ്ങൾ ഒരു വിരക്തിയിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ബന്ധങ്ങളിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും എനിക്ക് മാത്രം എന്താണ് ഈശ്വര ഈ വിധി എന്ന് ചോദിക്കുന്ന ഒരു മാനസിക സാഹചര്യം നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഇനി നമ്മളങ്ങോട്ട് നിങ്ങളുടെ ഊർജ്ജം ഒരു കാർഡേ ഞാൻ എടുത്തുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങളെന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്നത് ഞാൻ എടുക്കാൻ പോകുന്നത് ഏതാണ്ട് 12ഓളം കാർഡുകളാണ്. ഈ കാർഡുകളിൽ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇനി 11 കാർഡ്, ഈ ഒരു കാർഡ് ഒഴിച്ചു നിർത്തിയാൽ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും 7 അല്ലെങ്കിൽ 8 കാർഡിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഐ എം ഡാം ഷുവർ റിലേറ്റഡ് ആവുന്ന കാര്യങ്ങളായിരിക്കും. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണേണ്ടതുണ്ടെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് രണ്ടാമതായിട്ട് യൂണിവേഴ്സ് തന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ ഹൈ പ്രീസ്റ്റിൻ്റെ എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ. അത്യാവശ്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ അത് ഏത് രീതിയിലുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആധ്യാത്മികമായിട്ടൊക്കെ ദിവസേന പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോകുന്നവർ ആയിരിക്കാം. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ഇൻഡ്യൂഷൻ പവറും ഇൻഡ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, വരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് പോലെ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ചിന്ത പോലെയോ ഒരു പിക്ചർ പോലെയൊക്കെ കടന്നു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും ആ യൂണിവേഴ്സൽ പവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾ അത്യാവശ്യം രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ പാർട്ട്ണറോ ഒരു കാര്യം പറഞ്ഞാൽ ആ രഹസ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. നിങ്ങളത് ആരോടും നിങ്ങളെ കൊന്നാൽ പോലും പറയില്ല. അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഗണത്തിൽ പെട്ടവരാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിയാണോ? ഒരു 5-6 കാർഡ് നിങ്ങൾ നോക്കുക. നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്ന് കണ്ടാൽ മതി. പക്ഷേ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഹൈപ്പിലൊന്ന് പിടിച്ച് ഞെക്കുകയാണെങ്കിൽ ആ ഹൈപ്പിലൂടെ നിരവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടുമെന്നുള്ളതും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടെ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിച്ചേക്കല്ലേ. പറയാൻ മറന്നുപോയി, 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറോടുകൂടി തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. അടുത്തൊരു കാർഡ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി റിസ്ക് എടുക്കാനുള്ളൊരു മനസ്സ് ഉള്ളവരായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനത്തെ ഒരു മനസ്സ് എനിക്ക് ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലരുടെ കാര്യത്തിലെങ്കിലും ഇപ്പോഴും അതുണ്ട്. പക്ഷേ ചിലരുടെ ലൈഫിലെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും താൻ ഏറ്റെടുക്കുന്ന ദൗത്യം എന്താണെങ്കിലും അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ അങ്ങനെയായിട്ടാണ് നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഊർജ്ജം ഫസ്റ്റ് വന്നതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും റിലേഷൻഷിപ്പിൽ വളരെയധികം വേദനകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കണം. റിലേഷൻഷിപ്പിലെ വേദന എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കാം നിങ്ങൾ കൂടുതലും വേദനിക്കുന്നത്. കാരണം ഉപേക്ഷിച്ച് പോയവരൊരിക്കലും ഈ വീഡിയോ ഒന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വഞ്ചന ഏറ്റുവാങ്ങിയവരാണ്. ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിരിഞ്ഞവരാണെങ്കിൽ പോലും അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. അതിനാൽ തന്നെ നിങ്ങൾ ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ വിക്റ്റിമാണ്, നിങ്ങളൊരു ഇരയാണ്. നിങ്ങളുടെ മനസ്സിലെ ഈ ദുഃഖം എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ബാക്കിപത്രമായിട്ട് വന്നത് തന്നെയായിരിക്കണം. അപ്പോൾ ഈ ഒരു ദുഃഖം വരുന്നതിന് മുൻപ് വരെയും നിങ്ങൾ ഈ എനർജിയിൽ ആയിരുന്നിട്ടുണ്ടാവണം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിയാണെങ്കിൽ നിങ്ങളുടെ കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. അടുത്തൊരു കാർഡ് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് സ്ട്രെങ്ത്ത് കാർഡാണ്. സ്ട്രെങ്ത്ത് കാർഡാണ്. ഈ സ്ട്രെങ്ത്ത് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തികളുമായിട്ടൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ആത്മസംയമനം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരായിരുന്നു നിങ്ങൾ. ഈ പ്രസൻറ്റിനെ നിങ്ങൾ എടുക്കണ്ട. കാരണം നിങ്ങൾ വല്ലാത്തൊരു ഇമോഷണൽ ട്രോമയിൽ നിൽക്കുന്ന സമയം കാരണം കൊണ്ട് ഇപ്പോൾ ഇതൊന്നും നിങ്ങളിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പഴയ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഒരു പഴയ വെർഷനിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതൊക്കെ നിങ്ങളിലുണ്ടായിരുന്നു. യൂണിവേഴ്സ് പറയുന്നത് ഇതൊക്കെ നിങ്ങളിലുണ്ട്. ഇതൊക്കെ പൊടി തട്ടി എടുക്കാനാണ് കേട്ടോ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ ഒരു ദുഃഖം നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ച് നിങ്ങൾ ട്രോമയിലേക്ക് പോയിട്ടുണ്ട്. ആ ട്രോമയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാണ് പറയണേ. കാരണം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ജീവൻ പോലും, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഊർജ്ജ തരംഗമാണ്. അല്ലെങ്കിൽ നമുക്ക് ശിവനായിട്ടോ കൃഷ്ണനായിട്ടോ പടച്ചവനായിട്ടോ ക്രിസ്തുവായിട്ടോ ബുദ്ധനായിട്ടോ ആരുമായിട്ടും കാണാം. നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് കാണാം. ആ ഊർജ്ജ രൂപം നിങ്ങളോട് പറയുന്നത് ഈ ജീവിതത്തിൽ നമുക്ക് നോർമലി ഒരു ലൈഫിൻ്റെ ഒരു പീരീഡ് പറയുകയാണെങ്കിൽ ഒരു 70 to 80 ഇയേഴ്സൊക്കെയാണ് നമ്മുടെ ഒരു ആവറേജ് ആയുസ് വരുന്നത്. അതിൽ നമ്മൾ ആരോഗ്യത്തോടെ വളരെ ഊർജ്ജസ്വലമായിട്ട് ഒരു 65 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. ആ ഒരു സമയം വളരെ നിസ്സാര സമയമുള്ളൂ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൻ്റെ. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ ആ പഴയ വെർഷനിലേക്ക് നിങ്ങളോട് തിരിച്ചു വരാനാണ് കേട്ടോ യൂണിവേഴ്സ് പറയുന്ന ഈ കാർഡുകളിലൂടെ മൊത്തം. ആ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഒരു വെർഷനെ ഇന്ന് ഞാനൊരു മീഡിയമായി നിന്നുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞാനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീഡറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റോ ആരെങ്കിലുമൊക്കെ ഇതേ സമാനമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും എത്തിയേനെ. കാരണം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു മാറ്റത്തിനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി.
ആ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നിലൂടെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത്. ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ തീവ്രത എപ്പോഴും ഇൻറ്റൻസിറ്റി എത്രത്തോളം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ആ തീവ്രത, ആ ദുഃഖത്തിൻ്റെ തീവ്രതയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്ന് നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങൾ സമർത്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. യൂണിവേഴ്സ് അടുത്തായിട്ട് തന്നിരിക്കുന്ന ഒരു കാർഡെന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഘോഷങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ്. ആ നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങാറ് തന്നെയുണ്ടോ? പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ട്രോമയിലേക്ക് പോയിട്ടുണ്ടാവാം. അതൊരു പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഭർത്ത വീട്ടിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടാവാം. അങ്ങനെ പല വിധത്തിലുള്ള ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരുപാടധികം ആഘോഷങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ആ നിങ്ങളാണ് ഇന്ന് അണിഞ്ഞൊരുങ്ങാതെ, പുരുഷന്മാരൊക്കെ ആണെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് നടക്കാതെ വളരെ ദുഃഖഭാവത്തിൽ നടക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഘോഷങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ആ നിങ്ങൾ എവിടെയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിയല്ലേ? ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ആ സന്തോഷങ്ങളുമായിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി അടുത്തൊരു കാർഡ് തന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഊർജ്ജമാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ആ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ദുഃഖം പറയുന്ന വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള ജീവിത മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതിനെ മനസ്സിലാക്കി അവർക്ക് ഉപദേശിച്ച് കൊടുക്കാൻ പാകത്തിന് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ +2ഓ ഡിഗ്രിയോ PGയോ ഇനി ഡോക്ടറോ എൻജിനീയറോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്ന് പലരും ദുഃഖങ്ങൾ പറയാറുള്ളപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലേ കൊടുക്കാറ്? എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു കഴിവ് ഉള്ളവരാണ്. അത്യാവശ്യം ഒരു കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിലൊക്കെ ഇരിക്കാൻ യോഗ്യത ഉള്ളവരാണ്. അക്കാദമിക്കലി അതൊക്കെ പഠിച്ചാൽ ആ രീതിയിലേക്ക് വളർന്നു വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ പലരും ആ ഒരു മുറിക്കുള്ളിൽ, നിങ്ങളുടെ മുറിക്കുള്ളിലിരുന്ന് ഇപ്പോഴും നിങ്ങളുടെ പഴയ കടന്നു പോയ കാലത്തെ ആ നല്ല ഓർമ്മകളെ അയവിറക്കി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു വരില്ല. ഓർമ്മകളിൽ മാത്രമേ അതുള്ളൂ. ആ ഓർമ്മകൾ നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതൊരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. പാസ്റ്റിലെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മൾ വീണ്ടും അയവിറക്കിയതുകൊണ്ട് ദുഃഖമല്ലാതെ സന്തോഷം വരുമല്ലോ. നിങ്ങളുടെ പാസ്റ്റിൽ എത്ര നല്ല ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ എടുത്ത് അയവിറക്ക്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ അവരുടെ വഴികൾ സ്വീകരിച്ച് അവരുടെ സന്തോഷങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. നിങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ജീവിതം, ഞാൻ പറഞ്ഞ രീതിക്ക് മനോഹരമായിട്ടുള്ളൊരു ജീവിതം, അത് നിങ്ങളുടെ പ്രായം ഇപ്പോൾ 25ഓ 35ഓ എത്രയോ ആയിക്കൊള്ളട്ടെ. ഇനി എത്ര വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് എന്നുള്ളത് അവാന് മാത്രം അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അവാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സുവിസ്തലൊക്കെ കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വചനമാണ്. ആ മഹത്തായ ശക്തിക്ക് മാത്രം അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവശേഷിക്കുന്ന കാലഘട്ടത്തിലുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ള ലൈഫ്, അതിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ ദുഃഖത്തിൽ കെട്ടിക്കിടക്കല്ലേ എന്നുള്ളതാണ് ആ പരമമായ ശക്തി നമ്മളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ശക്തി വീണ്ടും നമ്മളോട് അത് തന്നെ പറയുന്നു. യൂണിവേഴ്സ് പറയുന്നത് 8 ഓഫ് വാൻസിൻ്റെ ഊർജ്ജത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതാവണം അതാവണം എന്നൊക്കെ പറഞ്ഞിട്ട്.
പുരുഷന്മാരായിരുന്നെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഒരു വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, ഒരു സോളോ ട്രിപ്പ് പോകണം. ലേഡീസൊക്കെ ആയിരുന്നെങ്കിൽ സ്വന്തം ചുരിദാർ തയ്ച്ചിടണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് പഠിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പലതും പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച ഒരു നിങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങളുടെ പാഷനൊക്കെ പൊടി തട്ടിയെടുത്ത് അതുമായിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ദുഃഖിച്ച് ഒരുപാട് സമയം കളഞ്ഞു. ഇനി ആ നഷ്ടപ്പെടുത്തിയ സമയത്തെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുമല്ലോ. പകരം എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഓവർകം ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനാണ് പറയണേ. അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇപ്പം തന്നെ പോയി മോൻ കഴിക്കോ. മോൻ കഴിക്കൊണ്ട് വളരെ ഉഷാറായിട്ട് വന്നിട്ട് ഈ വീഡിയോ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് 1 മണിക്കൂറിനുള്ളിൽ തീരുമാനിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, സണ്ണിൻ്റെ ഊർജ്ജം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. സണ്ണിൻ്റെ ഊർജ്ജത്തിലൂടെ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവൂ. കഴിഞ്ഞ് പോയതൊക്കെ പോട്ടെ. ഒന്നേന്ന് മുതൽ തുടങ്ങാനാണ് പറയുന്നത്. ഒന്നേന്ന് മുതൽ തുടങ്ങിക്കോ. നിങ്ങൾ ചിലപ്പോൾ ഒരാഗ്രഹം ഒരു 100%, അത് അതിൻ്റെ സ്റ്റെപ്പ് ഒരു 100 സ്റ്റെപ്പായിരുന്നു വിചാരിക്കാം. നിങ്ങളൊരു 50 സ്റ്റെപ്പ് വരെ കയറിയിട്ടുണ്ടാവാം. അവിടെ വച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങളുണ്ടായി നിങ്ങൾ സ്റ്റക്കായി പോയെന്ന് വിചാരിക്കുക. വേണ്ട, നിങ്ങൾ 50 സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് പോരെ. 1ാമത്തെ സ്റ്റെപ്പിൽ വന്നേക്ക്, 0 സ്റ്റെപ്പിൽ വന്നേക്ക്. എന്നിട്ട് 1 എന്ന് മുതൽ കയറാൻ തുടങ്ങുക. 1 എന്ന് മുതൽ കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് കയറിക്കോ. അതായത് എന്തെങ്കിലുമൊക്കെ ട്രേഡിംഗ് ഒക്കെ പഠിച്ച് നിർത്തിയവരാണെങ്കിൽ ഏറ്റവും ബാക്കിലേക്ക് ഇറങ്ങി വാ. 1 എന്ന് മുതൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കോ. അത് ഇത്തിരി വേഗത്തിൽ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്കതിനെക്കൊണ്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച ഊർജ്ജത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അടുത്തൊരു ഊർജ്ജമായിട്ട് യൂണിവേഴ്സ് നൽകുന്നത് ചാരിയറ്റിൻ്റെ ഊർജ്ജമാണ്. ചാരിയറ്റിൻ്റെ ഊർജ്ജം എന്ന് പറയുമ്പോൾ കറക്റ്റ് ദിശാബോധത്തോടു കൂടി ഒരു പോരാളിയായിട്ട്, ഒരു ശക്തനായിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഈ 2 സിംഹങ്ങളല്ല ശരിക്കും അത്, എന്നാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിംഹങ്ങൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ 2 ജീവികൾ ഇരിക്കുന്ന രീതിക്ക് 2 ദിശയിലേക്ക് നോക്കിയിരിക്കേണ്ട, ഒറ്റ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ സഞ്ചരിക്കുക. ഒരു തേരാളിയെ പോലെ, ഒരു ശക്തനായിട്ടുള്ള വ്യക്തിയെ പോലെ നിങ്ങളോട് മുന്നോട്ട് വരാനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെൽഫ് ലവ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ വില മതിക്കുക. പോയവരൊക്കെ പോയിക്കൊള്ളട്ടെ, അവർ പോട്ടെ, പുതിയവർ വരും. ജീവിതമാണ്. പലരും ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാലങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കും, തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് പറയുന്നത്. അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു എംപ്രസിൻ്റെ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിയാണോ? എല്ലാം പുറത്തു കൊടുക്കാൻ പറ്റുമോ? പുറത്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പുറത്ത് കൊടുത്തേരെ. പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പുറത്ത് കൊടുക്കണ്ട. പക്ഷേ അതിനെ നിങ്ങളുടെ ഓർമ്മകളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കാൻ നിൽക്കരുത്. മനസ്സിലാവണ്ട. അപ്പോൾ നിങ്ങളത്രയും ഒരു ദിവ്യമായ പവർ, എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനുള്ളൊരു ശക്തിയുള്ള പവർ തന്നെയാണ് എംപ്രസിൻ്റെ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും മറക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് വിട്ടുകൊടുക്കാനുള്ളൊരു ഊർജം നിങ്ങൾ സ്വയം ആർജിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ദൈവങ്ങളും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോണില്ല. ഞാൻ വീഡിയോകൾ പറയാറുണ്ടോയെന്നറിയില്ല, പക്ഷേ റീഡിങ്ങിന് വരുന്ന എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇവിടെ നിങ്ങളെ ഇറങ്ങി വന്ന ഒരു ദൈവങ്ങളും രക്ഷിക്കാൻ പോണില്ല. ദൈവങ്ങൾക്കതല്ല ഡ്യൂട്ടി. കാരണം ദൈവങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആവറേജ് ബുദ്ധിയും ബോധമൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. മനസ്സിലാവണ്ട. ഒരു യൂട്യൂബ് തുറന്ന് വീഡിയോ കാണാനുള്ള കഴിവുണ്ടെങ്കിൽ തമ്പുരാൻ അത്യാവശ്യം വെളിവോട് കൂടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അത്രയും വെളിവൊക്കെ കൊടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം. എല്ലാം തമ്പുരാൻ വന്ന് സോൾവ് ചെയ്ത് വരുമെന്ന് വിചാരിക്കരുത്. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കിയേ. അപ്പോൾ ഈ പറഞ്ഞ ദൈവങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ പ്രകൃതി മുഴുവൻ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് അത് നിങ്ങൾ തന്നെ വയ്ക്കണം. നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല.
അതിന് ഈ വീഡിയോ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി പറയട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോകൾ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ മനസ്സോടുകൂടി പറയട്ടെ, വളരെയധികം സന്തോഷമാണുള്ളത്. ഇന്ന് ഒരു സന്തോഷ വാർത്ത കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു, അതെൻ്റെ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 10,000 പേര് എന്നെ കേൾക്കാൻ റെഡിയാണ്. എല്ലാവരും എല്ലാ വീഡിയോകളും എല്ലാ ദിവസവും കാണുന്നില്ലെങ്കിൽ പോലും അത്രയും പേര് ഞാൻ പറയുന്നതിനെ കേൾക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴൊക്കെയോ ഇഷ്ടപ്പെട്ടവരാണ്. ആ 10,000 പേരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചില കൂട്ടുകാർ ഉണ്ടെന്നറിയാം, അവരോടും ഇന്നേ വരെ നമ്മുടെ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റെങ്കിലും കണ്ടവരോട് ഞാൻ ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ വലിയ തെറ്റില്ലാതെ മുന്നോട്ട് പോകുന്നത്. വളരെ ഉയർന്ന നിലവാരമുള്ള, വളരെ അധികം സബ്സ്ക്രൈബേഴ്സുള്ള, വളരെ വ്യൂവേഴ്സുള്ള ഒരു ചാനലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോകൾ ഒരു 3, 4, 5 വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഊർജ്ജത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സ്പ്രെഡ് അവസാനിപ്പിക്കുകയാണ്. സ്വന്തം പാഷനുമായിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഊർജ്ജമാണ് നൈറ്റ് ഓഫ് സോർട്സ്. അല്പം എടുത്തുചാട്ടമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് കാലം വേഗത്തിൽ സഞ്ചരിക്കാതെ പെട്ടെന്നൊരു നിമിഷം വേഗത്തിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ആ സമയം നിങ്ങളൊരു അഹങ്കാരിയാവരുത്, നിങ്ങളൊരു എടുത്തുചാട്ടക്കാരനാവരുത്. കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു ഊർജ്ജത്തിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ വളരെ ആലോചിച്ച് വേണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും വയ്ക്കാൻ. കാരണം ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് സമയമില്ല. സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ആലോചിച്ച് നിങ്ങൾ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. നഷ്ടപ്പെട്ടു പോയതൊക്കെ പോട്ടെ, നഷ്ടപ്പെട്ടവരും പോട്ടെ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ ദുഃഖം എനിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറോട് കൂടിയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബായ്.